ഇന്നിപ്പോൾ രാവിലത്തെ വീഡിയോ ചായപാത്രത്തിലോട്ട് സൂം ചെയ്ത് പോകാൻ 2 കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, രാവിലെ തന്നെ എൻ്റെ മുഖം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. 2, ഞാൻ പുതിയ പാലും പാത്രം പുതിയ ചായപാത്രം വാങ്ങിച്ചെന്നേ, അത് നിങ്ങളെ കാണിച്ചൊന്ന് പൊങ്ങച്ചം കാണിക്കണ്ടേ. മറ്റേ ദുരന്തം പിടിച്ച ചായപാത്രം ഞാൻ മാറ്റി എന്ന് വെച്ചാൽ ആരും തിളച്ചു പോക്കായിരുന്നു. ഇനി ഇവൻ്റെ മണ്ടയിൽ പുരുഷൻ്റെ പുതിയ യുദ്ധങ്ങൾ എന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ തിളപ്പിക്കാൻ വെച്ചേ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ തുടങ്ങുന്നതിന് ഈ ഒരു ചായ തിളപ്പിക്കലോടെയാണ്. പിന്നെ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റാണ്. ജേഡുവിന് ചായ കൊടുത്തിട്ടാണ് ബാക്കി പരിപാടിയെ. ഇനിയിപ്പം എൻ്റെ മുഖം കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കല്ലേ. ഇതാണ് മേക്കപ്പ് ഇടാത്ത ബാസന്തി. ഇനിയുള്ള ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ഉണ്ടാക്കാമെന്നല്ല, ഇഡലിയായിരുന്നു. ഇഡലിയും ചട്നിയും. പിന്നെ ഞാൻ കുറച്ച് ഏത്തക്കായും പുഴുങ്ങാൻ വെച്ചു. ഇത് നാട്ടിൽ നിന്ന് മമ്മി കൊടുത്ത ഏത്തക്കാന്നേ. കണ്ടോ, ഇതുവരെ പഴുത്തൊന്നും പോയിട്ടില്ല. ഇതാ ടെക്നിക്ക്. വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഈ ഏത്തക്ക പുഴുങ്ങിയതൊന്നും ഇവിടെ ജസ്റ്റിയും കഴിക്കില്ല, കൊച്ചും കഴിക്കില്ല. പിന്നെ നമ്മളല്ലേ കഴിക്കുള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതൊക്കെ കളയുന്ന വിഷമമല്ലേ അല്ലേ. കൂടത്തിൽ ഞാൻ പിന്നെ ഇഡലിക്കും കൂടെ വെച്ചു. അതാകുമ്പോൾ ഒരേ സമയത്ത് ഇരുന്ന് വേവുമല്ലോ. ഗ്യാസ് ലാഭം കറണ്ട് ലാഭം എന്ന് പറഞ്ഞ പോലെ. ഇതിപ്പോൾ കൊച്ചിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള ഇഡലിയാണേ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ദൊഡിലി, അവൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇറ്റലി. അങ്ങനെ അവന് കറക്റ്റ് 3 ഇഡലിയും ചട്നിയാണ് കേട്ടോ. അവൻ പിന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോയി കഴിച്ചോളും. കാരണം അവർക്ക് സ്കൂളിൽ ഉച്ചയ്ക്ക് ലഞ്ചല്ലല്ലോ. ലഞ്ചിൻ്റെ സമയത്ത് അവർ വീട്ടിൽ വരും. ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ടിഫിൻ ബോക്സ് ഇല്ലേ, അതാ അവനിപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്നേ. അങ്ങനെ ജേഡുകുട്ടൻ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി സെറ്റായി. ബാഗ് ചുമന്നുകൊണ്ട് നിൽക്കുന്ന ആൾ ഓഫീസിൽ പോകുന്നതല്ലേ, കൊച്ചിനെ സ്കൂളിൽ വിടാൻ പോകുന്നതാണേ. അങ്ങനെ എൻ്റെ ഇളയ കൊച്ച് സ്കൂളിൽ പോയി. ഇനി മൂത്ത കൊച്ചിനെ കൂടെ ഓഫീസിൽ വിടണം.